അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് സത്യം തന്നെയാ. എന്നുവെച്ച് അവനങ്ങനെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പോകാൻ പാടുണ്ടോ? അച്ഛനൊന്നും ആലോചിച്ചു കൊട്ടണ്ട. അച്ഛനടുത്തേക്ക് ഒന്നും പറ്റില്ല. അച്ഛനൊന്ന് സമാധാനമായിട്ടിരുന്നാ മതി. മതി എന്നെ സമാധാനിപ്പിച്ചത്. അച്ഛൻ, നീ സച്ചി ഒന്ന് വിളിക്കുന്നുണ്ടോ? വേഗം വിളിച്ചിട്ട് അവനോടൊന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാൻ പറ. വേഗം വിളിക്കുന്നുണ്ട്. എന്തായി, കിട്ടുന്നുണ്ടോ? അച്ഛാ, കോള് കണക്ട് ആവുന്നില്ല. അല്ലെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ച ആരെയും കിട്ടില്ല. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. റിങ്ങുണ്ട്. സച്ചിൻ എടുക്കുന്നില്ല. സച്ചേട്ടൻ പിണക്കം കൊണ്ട് മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതാ. അവനെന്തിനാ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നത്? ഞാൻ അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ടാണോ? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ? അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതി ഇറങ്ങി പോവാണോ വേണ്ടത്? അവനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, നന്ദനെ വിളിക്ക്, അല്ലെങ്കിൽ ധനുഷിനെ വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ ആരെയും കാത്തിരിക്കണ്ട, നമുക്ക് പോവാം. എന്നാ വേണ്ട, നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരല്പസമയം കൂടി അച്ഛൻ ഒന്ന് ക്ഷമിക്ക്. അനുപേടിനും അമ്മ അവിടെ ചെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് അവര് വിളിക്കൂലോ. അത് ശരിയാവില്ല. അങ്കിൾ ഈ പേടിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് അപ്പൊ മനസ്സിലാവും. അത് അർച്ചനേട്ടത്തി ആയിരിക്കില്ല അങ്കിളെ. വെറുതെ ഇങ്ങനെ ആദ്യം പിടിച്ച് അച്ഛനും എല്ലാം വരുത്തി വെച്ച അതിന്റെ നഷ്ടം ഞങ്ങൾക്കല്ലേ ഉള്ളൂ. ഞങ്ങളെ ഓർത്തെങ്കിലും അച്ഛനൊന്ന് ക്ഷമിക്ക്. അച്ഛൻ ഇരിക്കെ, അവര് വരും. അമ്മ വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ. എനിക്ക് കാണാൻ പറ്റില്ല. എന്റെ കുഞ്ഞ് ഇറങ്ങ. ഇത് അർച്ചനയല്ല. ഇതെന്റെ അർച്ചനയല്ല. അമ്മേ, ഇത് അച്ചു അല്ല. അമ്മേ, ഇത് അർച്ചനയല്ല.
അമ്മേ അമ്മേ അനൂപേ, അമ്മേ അത് നമ്മുടെ അർച്ചനയല്ല. അനൂപേ, സത്യമായിട്ടല്ലല്ലോ. അതെ അമ്മേ. എന്റെ ഈശ്വരാ. സാർ ഇതെന്റെ പെങ്ങളല്ല. അവളല്ല. എന്റെ ദൈവമേ. വാ നമുക്ക് പോവാം. വാ. മോളെ, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. പേടിക്കാനൊന്നുമില്ല, എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. ദേ, ഈ ഇരിക്കുന്ന സഹോദരിമാരെ കണ്ടില്ലേ? പെങ്ങളെപ്പോലെ സ്വന്തം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവരും ആത്മഹത്യയെ ഇറങ്ങി പുറപ്പെട്ടവരും മറ്റുവാ. അവരെല്ലാം ഇപ്പൊ ഈ വീടിന്റെ അഭയത്തില.